ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാനും ഭാര്യയും കൂടെ കപ്പയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് അവിടെ ഉണ്ട്. അവൾ പറമ്പൊക്കെ വൃത്തിയാക്കി ചെറുതായിട്ട് എല്ലാം ക്ലിയർ ആക്കി തീർന്നുണ്ട്. നമ്മളിവിടെ കപ്പക്കൂടം വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മൂട് കപ്പിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറമ്പിൽ കുറേ കപ്പ മൂട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഇത് നമ്മൾ വിൽക്കാനൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 കാവോട് കപ്പ മുറിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ കപ്പ ഇട്ടു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിലുടനീളം നമുക്ക് കപ്പ ലഭിക്കും. അപ്പം നമുക്ക് പുറത്തുനിന്ന് കപ്പ മേടിക്കേണ്ട ആവശ്യമില്ല. കപ്പ പറിക്കുക, കപ്പ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് പറമ്പൊക്കെ വൃത്തിയായി കിടക്കും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കുറച്ച് കാടൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കും പിടയ്ക്കുമായിട്ട് ഇടുന്നുണ്ട് പറമ്പൊക്കെ വൃത്തിയായിട്ട് കിടക്കും. പിന്നെ നമുക്ക് എന്താ ഒരു ഉന്മേഷവും ഒരു ആനന്ദവും ഒക്കെ കിട്ടുകയും ചെയ്യും. അല്ലേടേ? ആണോ? തൂമ്പ എടുത്ത് കളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കോഴിയൊക്കെ ഓടിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിരയും കാര്യങ്ങളൊക്കെ ഇട്ടാൻ പറ്റും. അപ്പോൾ കൂടൊക്കെ വെട്ടി കഴിയുമ്പം അത് മുഴുവൻ നിരത്തിലാണ് കോഴിയുടെ മെയിൻ പരിപാടി. ഇപ്പം 3-4 ദിവസം കൊണ്ട് നമ്മൾ വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള കാടൊക്കെ തെളിച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ജബോട്ടിക്ക അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറയുന്നതാണ്. അതിന് പല വെറൈറ്റി ഉണ്ട്. അതിൽ പ്രിക്കോഷ്യ എന്ന് പറയുന്ന ഇനമാണിത്. ഈ കാണുന്നത് പിയറാണ്. പിയർ ഇവിടെ 2-3 നാരകം നട്ടിട്ടുണ്ട്. ഇതെല്ലാം കുരുവില്ലാത്ത നാരങ്ങയാണ്. പിന്നെ തൊട്ടിപ്പുറയായിട്ട് ഒരു പേരയുണ്ട്. അടുത്ത പേര ഇവിടെ നിൽപ്പുണ്ട്. തൊട്ടടുത്ത് മറ്റൊരു പേരയുണ്ട്. ഇവിടെ ഈ ലൈനിൽ തന്നെ 3 പേര നട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കാടൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇത് 1 മാസം പ്രായമായ കപ്പയാണ്. ഇവിടെ ഒരു ആത്തയുണ്ട്. ഇതൊരു 2 വർഷം പ്രായമുള്ള ആത്തയാണ്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു നാരകമുണ്ട്. ഇത് ചെറുനാരകമാണ്. ഏതാണ്ട് 6 വർഷത്തോളമായി. കഴിഞ്ഞ വർഷം ഇതിൽ 5-6 കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി മുന്നോട്ട് കൂടുതലുണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ സൈഡിൽ കുറച്ച് വലിയ കപ്പമൂടുണ്ട്. ഇതെല്ലാം പറിക്കാറായതാണ്. ഇവിടെ ഒരു മാവുണ്ട്. ഇത് മൂവാണ്ടനാണ്. ഇതൊരു 6 വർഷം പ്രായമുള്ളൊരു മാവാണ്. തൊട്ടടുത്തായിട്ട് ഒരു വിയറ്റ്നാം ഏർലിയുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷം ചക്കയൊക്കെ 2-3 എണ്ണം ഉണ്ടായി. ഇത് വെച്ചിട്ടൊരു 3 വർഷമായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു വിയറ്റ്നാം ഏർലിയുണ്ട്. അത് കുറച്ച് ചെറുതാണ്. വേനൽക്കാലത്ത് വെള്ളം നനയ്ക്കാനായിട്ട് ഇവിടെയെല്ലാം സ്പ്രിങ്ക്ലർ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഒരു സീറ്റമ്പഴമുണ്ട്. ഇത് നട്ടിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഇതിൽ നിറച്ച് കായൊക്കെ ഉണ്ടായി. നമ്മളത് ഒടിച്ച് കളഞ്ഞു. എന്നാൽ മാത്രമേ വലുതാകത്തുള്ളൂ. അതുകൊണ്ട് അതിലുണ്ടായ കായൊക്കെ ഒടിച്ച് കളഞ്ഞു. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ ഏത്തവാഴയൊക്കെ നട്ടിട്ടുണ്ട്. കുറേ എണ്ണം കുലച്ചൊക്കെ നിൽപ്പുണ്ട്. ഇതൊരു ചീമച്ചേമ്പാണ്. തൊട്ടടുത്തായിട്ട് ഒരു കപ്പളം നിൽപ്പുണ്ട്. ഇവിടെ വേറൊരു കപ്പളമുണ്ട്. അതിൽ കായൊന്നുമില്ല. ഈ കാണുന്ന അബിയുമാണ്. ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പൂവൊക്കെ ഇട്ടു, പക്ഷേ കാ പിടിച്ചില്ല. ചൂട് കൊണ്ടെല്ലാം പൊഴിഞ്ഞു പോയി. ഇവിടെ ഒരു ആത്ത നിൽപ്പുണ്ട്. ഈ കൊമ്പൗണ്ടിൽ ഒരുപാട് ആത്ത നട്ടിട്ടുണ്ട്. ഇതൊരു നാടൻ പേരയാണ്. അതുപോലെ ഒരു 8-10 പേരയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കായൊക്കെ ഉണ്ടായിട്ട് കിടപ്പുണ്ട്. ചേനയൊക്കെ തണ്ട് വീണ് കിടപ്പുണ്ട്. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന നാടൻ പലഹാരമായ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന എടനയില ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് എടനമരമാണ്. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് മറ്റൊരു ആത്ത നിൽപ്പുണ്ട്. പിന്നെ ഒരു ചിലുമ്പി നിൽപ്പുണ്ട്. ഇതൊരു 2-3 വർഷം പ്രായമുള്ള ചിലുമ്പിയാണ്. നിറയെ കായ ഉണ്ടാകുന്നതാണ് ഇതിൽ. ഇപ്പോൾ ഇതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് കായൊന്നുമില്ല. ഇവിടെ ഒരു ചിക്കുമരം നിൽപ്പുണ്ട്. കരിമ്പ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തുളസി. ഇങ്ങോട്ട് തിരിഞ്ഞാൽ നെല്ലിമരം. ഇതൊരു 2 വർഷം പ്രായമായ നെല്ലിയാണ്. കായൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കറിവേപ്പ്. വീണ്ടും ഒരു ആത്ത് നിൽപ്പുണ്ട്. ഇവിടെ ഒരു വാഴ, ഏത്തവാഴ ഒടിഞ്ഞ് കിടപ്പുണ്ട്. ഇതൊരു ചൈനീസ് പേരയാണ്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നട്ടിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ആയിട്ടുണ്ട്. കുറച്ച് വലുതായിട്ടേ ഉള്ളൂ. തൊട്ടപ്പുറയായിട്ട് കോവൽ വള്ളി കയറി കിടപ്പുണ്ട്. നാളെ ഒത്തിരി കായൊക്കെ ഉണ്ടായി. ഇപ്പം കായൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മുള്ളാത്തയാണ് ഈ കാണുന്നത്. ഇതിന് 1 വർഷം പ്രായമുള്ള മുള്ളാത്തയാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് അച്ചാച്ചാരും എന്ന് പറഞ്ഞൊരു വേറൊരു ഫ്രൂട്ട് മരമാണ്. ഇത് 1 വർഷം പ്രായമുള്ള മരമാണ്. തൊട്ടപ്പുറം ഒരു മുരിങ്ങ നിൽപ്പുണ്ട്. ഇതിൽ നിറയെ കായുണ്ടായതാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് സീതപ്പഴത്തിൻ്റെ മരം നിൽപ്പുണ്ട്. ഇതിൽ 1-2 കായുണ്ടായി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. കിളികൾ കൊണ്ടുപോയി. അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ആത്ത് നിൽക്കുന്നു. ഒരു കപ്പളം. ഇതൊരു കുറ്റ്യാടി തെങ്ങിൻ തൈയാണ്. ഇത് 3 വർഷം പ്രായമുള്ളതാണ്. ഇവിടെ മറ്റൊരു ആത്ത നിൽപ്പുണ്ട്. വേറൊരു മുരിങ്ങ. ഇതിൽ നിറയെ കായുണ്ടായതാണ്. തൊട്ടടുത്തായിട്ട് നമ്മുടെ അവക്കാഡോ. ഇതൊരു 6 വർഷം പ്രായമുള്ള അവക്കാഡോ മരമാണ്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് ഒരു വിയറ്റ്നാം പേരിൽ നിൽപ്പുണ്ട്. 3 വർഷമായി നട്ടിട്ട്. കഴിഞ്ഞ വർഷം നിറച്ച് ചക്ക ഉണ്ടായതാണ്. ഇപ്പോഴും ചക്ക ഉണ്ടായി കിടപ്പുണ്ട്. മുകളിലായിട്ട് കുറേ ചക്ക ഉണ്ടായി കിടക്കും. ആയിട്ടൊരു മൈസൂർ വാഴ നിൽപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് പുലാസാനാണ്. റംബൂട്ടാൻ പോലെ തന്നെയുള്ളൊരു ഫലവൃക്ഷമാണ്. ഇതുവരെ കായ്ച്ചില്ല. 3 വർഷമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വളർച്ച വളരെ പതുക്കെയാണ്.
കാണുന്നത് ബുഷ് ഓറഞ്ചാണ്. ഇതിൽ നിറച്ച് കായ ഉണ്ടായതെല്ലാം പറിച്ചെടുത്തതാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ സാന്തോളി നിൽപ്പുണ്ട്. ഇതൊരു 3 വർഷം പ്രായമുള്ള മരമാണ്. വലുതായിട്ടുണ്ട്. ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല. വീണ്ടും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കിലോപ്പേര. നിറയെ കായാണ്. എല്ലാ ശേഖരത്തിലും നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് 3 വർഷമായ തൈയാണ്. ഇതിൽ 2 പ്രാവശ്യമായിട്ട് ഇപ്പം ഈ വർഷം കാ പിടിച്ചു. ഒരു പ്രാവശ്യം 4 എണ്ണം വെച്ച് 2 പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം കായൊക്കെ പറിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഈ കാണുന്നത് ബെൽച്ചാമ്പയാണ്. 3 വർഷം പ്രായമുള്ളതാണ്. കഴിഞ്ഞ വർഷം നിറയെ പഴങ്ങളുണ്ടായതാണ്. ഈ കാണുന്നത് കോശ്ശേരി മാവാണ്. ഇത് നട്ടിട്ട് ഏകദേശം 3 വർഷം ആയതാണ്. കഴിഞ്ഞ വർഷം നിറയെ മാങ്ങയൊക്കെ ഉണ്ടായതാണ്. ഈ കാണുന്നത് നമ്മുടെ മുന്തിരിച്ചെടിയാണ്. ഇത് നട്ടിട്ട് 3 വർഷമായതാണ്. ഇതിൽ ഒരു കൊല മുന്തിരി ഉണ്ടായി. അത് പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇലയെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. വീണ്ടും ഇലയൊക്കെ തളർത്ത് കൊണ്ടാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന വെൽവെറ്റ് ആപ്പിളാണ്. ഇതൊരു 3 വർഷം പ്രായമുള്ള മരമാണ്. ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു മാവാണ് മല്ലിക. ഇതിൽ നിറച്ച് മാങ്ങ ഈ വർഷം ഉണ്ടായി. ഇത് 3 വർഷം പ്രായമുള്ള മാവാണ്. ഈ മാമ്പഴം കാണാനും നല്ല ഭംഗിയാണ്. അൽഫോൻസ മാങ്ങ പോലെ ഇരിക്കും. കുറച്ച് ചുവപ്പ് കളറൊക്കെ ആയിട്ട് കഴിക്കാനും അതുപോലെ തന്നെ നല്ല മണമുണ്ട് ഈ മാങ്ങയ്ക്ക്. അതിൻ്റെ തൊട്ടടുത്തായി മറ്റൊരു കോശ്ശേരി മാവാണ് നിൽക്കുന്നത്. ഇതും അടുത്ത് വേറൊരു തായ്ലൻഡ് ചാമ്പ അല്ലെങ്കിൽ ബെൽച്ചാമ്പ എന്ന് പറയും. ഇത് നമ്മുടെ ലെമൺ വൈനാണ് ഈ കാണുന്നത്. ഇത് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ കൊള്ളാം എന്നാണ് പറയപ്പെടുന്നത്. ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ മേടിച്ച് നട്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫലവൃക്ഷങ്ങളും കപ്പയൊക്കെ ആയിട്ട്. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.